ശരിയേ. എന്താ രാജിയെ? ഞാൻ അങ്ങോട്ട് വരാൻ നോക്കിയത്. എൻ്റെ അമ്മ വിളിച്ചിരുന്നു ഇപ്പൊ. അവിടെ ഏട്ടത്തി വിലൊക്കെ വന്നിക്കണ് അറിഞ്ഞുകൊണ്ട്. അപ്പൊ എല്ലാരും പാടെ കൂടുന്നുണ്ട്. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പോവുക അങ്ങോട്ട്. ഞാനും ഇറങ്ങാൻ നിൽക്കാനോ പറയാൻ വേണ്ടിട്ട് വന്നേന്. അവിടുന്ന് അമ്മായിമ്മ വിളിച്ചിരുന്നേന് ചെല്ലാൻ പറഞ്ഞങ്ങാണ്ട്. ഇത് പോകാൻ നിക്ക്. ഞാൻ ഇപ്പൊ ഇറങ്ങോ, മാറ്റേണ്ടതുള്ളൂ. എനിക്ക് മാറ്റിക്കോ, ഞാൻ പോയിട്ട് പൂട്ടിങ്ങാണ്ട് പോകാലോ. എന്നായിക്കോട്ടെ, ഞാൻ മാറ്റട്ടെ. ഞാൻ പോകാൻ നോക്കട്ടെ എന്ന്. അതാ പോകാൻ നോക്കട്ടെ. നാജിയെ, എന്തേ? ഞാൻ പോകുക കേട്ടോ. ഞാൻ മാറ്റാണ്, ഇജ്ജ് പോയിക്കന്നാ. അതാരപ്പ വരുന്നത് ഇതില്? അമ്മ ശരിയെ. അല്ല, ഇതൊക്കെ പെട്ടെന്ന് പോന്നു. 2 ആഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ പറഞ്ഞിട്ട് പിറ്റേന്ന് ഇങ്ങോട്ട് പോകുന്നു. അതൊന്നുമില്ല, എനിക്ക് വേഗം അങ്ങോട്ട് പോരണം തോന്നി. ഞാൻ പോകുന്നു. എത്ര പെണ്ണി പറ്റി. അല്ലെങ്കിൽ വീട്ടിൽ കണ്ടു പോയാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ കിട്ടക്കലില്ലല്ലോ. എത്ര എനിക്ക് പറ്റി അറിയില്ല. അവിടെ വന്നിട്ട് ഭയങ്കര പുറത്തേട് നിക്കാൻ തന്നെ തോന്നുന്നില്ല. എന്തെങ്കിലും കല്യാണം കഴിഞ്ഞാല് പുതിയാപ്പിളാരൊപ്പാണല്ലോ നിക്കണ്ടത്. എന്തോ ഒരു ധൃതിന് വീട്ടിൽ പോകാനോ ഒരു ദിവസം മതിയാ. ഒന്നും കൂടി ഇല്ലായിട്ട് എനിക്ക് നിക്കാൻ തോന്നില്ല. ഞാൻ പോകുന്നു. മാറ്റിട്ട് വാ. ചോറും കറിയൊക്കെ ആക്കിയോ? ഞാൻ മാറ്റി വരാം. ഞാൻ വിചാരിച്ചിപ്പോ 2 ആഴ്ച കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി ഇങ്ങോട്ട്. ഇത്രയും പെട്ടെന്ന് വരുന്നതൊക്കെ കിട്ടിയില്ല. അയ്യോ, ഇരിക്കട്ടറപ്പേ. കഴിഞ്ഞ ബസ്സിനൊക്കെ വരുന്നുണ്ട്. ഉമ്മ ഉണ്ടായിരുന്നിപ്പോ വരാന് വണ്ടി അയക്കുക, എന്നാ കാത്തിക്കാൻ, ഫോൺ വിളിക്കാൻ, എല്ലാത്തിനും ഉമ്മ ഉണ്ട്. ആരില്ല. എന്റെ വിശേഷം എന്താ ചോദിക്കാനും വീട്ടിക്ക് വരി പറഞ്ഞു കൊടുക്കാനും ഒന്നിനും ആരില്ലപ്പോ. ആ വീട് എനിക്ക് എന്നെയായിരിക്കാ തോന്നി. ഞാൻ അത് ചെയ്യുന്നത് പോലും ഇഷ്ടമില്ല. ഞാൻ എത്ര സന്തോഷത്തിലാണ് അങ്ങോട്ട് പോയത് ഓലൊക്കെ കാണാൻ വേണ്ടിട്ട്. ഓർക്കാണെങ്കില് ഫോൺ അടിയുണ്ടല്ലോ. അമ്മയാണ്. ഹലോ അമ്മ. ഷെമിയെ, എന്റെ മാറ്റല് കഴിഞ്ഞാ? ഞാൻ മാറ്റിക്കണമ്മ. ഞാൻ എന്നാ കാക്കൂനോട് എന്നെ കൊണ്ടുവരാൻ വരാൻ പറയട്ടെ. എന്നാ കാക്കൂനെ വരാൻ പറ. ഞാൻ വെക്കട്ടെ എന്നാ, കൊറേ പണിയുണ്ട്. ആയിക്കോട്ടെ. മോളെ ഷെമിയെ, ഉമ്മാന്റെ കുട്ടി വന്നോ? എത്ര ദിവസം അതിന്റെ കുട്ടി ഞാൻ കണ്ടിട്ട്. ഏതായാലും 2 ആഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് പോവുള്ളൂ. ഞാൻ ഇനി അത് സങ്കടപ്പെട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിരിക്കണേ ഞാന്. നമുക്ക് രാത്രി ഇറച്ചിയും കൂടി ഉണ്ടാക്കട്ടോ. എനിക്ക് ഇഷ്ടമല്ലത്. ആണോ, ചിക്കൻ കറി ഉണ്ടാക്കിയെന്നോ? രാത്രിക്ക് നമുക്ക് ഇറച്ചി. രാവിലെ തന്നെ വേഗം പണി കഴിച്ചങ്ങാണ്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് മെനക്കെട്ടേക്ക് വരുമാറ്റി ഉണ്ടാക്കാൻ വേണ്ടിട്ട്. നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ട്. ഞാൻ പോയി ഇങ്ങാണ്ട് മാറ്റിയിട്ടതാ. എന്നിട്ട് നമുക്ക് തിന്ന. ചോറ് വെച്ച ഞാൻ മാറ്റി വരാം. നല്ല വിശപ്പുണ്ടമ്മ, ചോറൊന്നും വെച്ചിട്ടില്ല. എത്ര ദിവസം എന്റെ കുട്ടിനെ ഞാൻ കണ്ടിട്ട്. അമ്മ ഞാൻ പോട്ടെന്ന്.
അല്ലാ ഉമ്മാന്റെ കുട്ടി പോകുക എന്നിട്ട് എന്നാ വരിക എന്നാ പിന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ 2-3 ഡ്രസ്സാണില്ലേ അവിടെ പീടി കണ്ടപ്പോഴേ അതുണ്ടേല്. പിന്നെ എന്താ പറയുക ഉണ്ടായില്ലേ കർമൂസയും പിന്നെ കാലത്തൊക്കെ ഉണ്ടെന്നില്ല ഇവിടെ പുളിയുണ്ട്. അതൊക്കെയാണ് ഇതിലെന്താ അതാക്കി ചെയ്താലും അവിടെ എത്തിയിട്ട് വിളിച്ചിട്ടോ. എത്തിയിട്ട് വിളിച്ചിട്ടുണ്ട്. കാക്കു അവിടെ കാത്തിക്കാൻ പോട്ടെ. എന്നെ കുട്ടി വീട്ടിൽ പുറത്തേടാണ് പോയി കഴിഞ്ഞു. ദിവസം കഴിയാനൊന്നും വരുന്നെങ്കിൽ പാവാണ്. അല്ലാ ഇന്നലെ വന്നാരമ്മക്ക് വിളിച്ചും ചെയ്തില്ലല്ലോ. അമ്മ സാധാരണ ഇങ്ങോട്ട് വിളിച്ചതാണല്ലോ, ഇന്നലെ വിളിച്ചത് തന്നെയല്ല. എന്തായാലും രാവിലെ ആയില്ല, ഉമ്മാക്കും വിളിച്ചോക്ക. ചായയോടെയൊക്കെ കഴിഞ്ഞു വെച്ചോക്കട്ടെ. ഹലോ ഉമ്മ, ഇന്നലെ പണി കഴിഞ്ഞില്ല, അതാ പിന്നെ ഞാന് വിളിച്ചാന്നത്. ചായയോടെയൊക്കെ കഴിഞ്ഞാ? ഞാൻ കാക്കുവാണ്. ഞാൻ എനിക്ക് വിളിക്കാൻ വേണ്ടി നിൽക്കാനും ഉമ്മാക്ക് നെഞ്ഞുവേദന നൽകിയാണ്ട് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നായിരുന്നു. പക്ഷേ ഇവിടെ എത്താൻ ടൈം കിട്ടിയില്ല. പോയി ഉമ്മ പോയി. പോട്ടെ നോക്കി 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 വന്നില്ല. എടുക്കണ വേണ്ടില്ല കാക്കു നോക്കി എത്ര പെണ്ണിന് പറ്റിയതാവും. നല്ല പാടത് വാതിൽ വെച്ചിങ്ങോട്ട് കുത്തിരിക്കുന്നു. അങ്ങനെ ഒരു പതിവ് ഉണ്ടാകലില്ലല്ലോ. എത്ര ഇതിന് പറ്റി? ഞാൻ ചോറ് വെച്ചാൻ വിളിച്ച ക്ഷമിയേ അമ്മ ബാ ഒന്ന് ചോറ് വെച്ചാ. ചോറ് എടുത്ത് വെച്ചിരിക്കണം. വരമ്മ മാറ്റി കഴിഞ്ഞെങ്കിലേ ഞാൻ ചോറ് വെച്ചമ്മ. അതതിന് പറ്റാ വന്നപ്പോ ഒന്ന് തെറ്റാണല്ലോ. ഇവിടെ വല്ല പ്രശ്നം ഉണ്ടായോ? തെറ്റാണോ?